നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലും കർശനമായിട്ട് പാലിക്കപ്പെടുന്ന നിയമങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ. അതിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം, ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത കുറ്റകൃത്യമാണ് മോഡിഫിക്കേഷൻ. ജസ്റ്റ് ഒന്ന് ടയർ അപ്സൈസ് ചെയ്തതിനോ ഇഷ്ടമുള്ള ഒരു അലോയ് വാങ്ങിയിട്ടതിനോ വരെ നമ്മൾ വൻ തുകകൾ പെറ്റിയായിട്ട് അടച്ചിട്ടുണ്ട്. പക്ഷെ 2018 പ്രളയം വന്ന സമയത്ത് ഇതേ മോഡിഫൈഡ് വണ്ടികൾ നമുക്ക് ആവശ്യമായിട്ട് വന്നു. അന്ന് ഇത്തരം വണ്ടികൾ ഉപയോഗിച്ച് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. എന്നിട്ട് എന്തായി? കാര്യം കഴിഞ്ഞപ്പോൾ കറിയിലിട്ട കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വണ്ടികൾ തന്നെ വീണ്ടും നിരത്തിലിറങ്ങിയതിന് വൻ തുകകൾ വീണ്ടും പെറ്റിയായിട്ട് നൽകി. രൂപമാറ്റം, മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അതിക്രമം കാണിച്ചിട്ടുണ്ട്. നിർഭാഗ്യം വെച്ചാൽ കേരളത്തിൽ വീണ്ടും ഒരു ദുരന്തം കൂടി വന്നിരിക്കുകയാണ്, വയനാട് ഉരുൾപൊട്ടൽ. ഇതേ ഓഫ് റോഡ് വണ്ടികൾ, ഇതേ മോഡിഫൈഡ് വണ്ടികളാണ് വീണ്ടും രക്ഷാപ്രവർത്തനത്തിനായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ ജീവൻ അവർ രക്ഷിക്കുന്നുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ചും മറ്റുള്ളവരെ അവർ സഹായിക്കാൻ ശ്രമിക്കുന്നു.